ഒലവക്കോട്, അതാണ് പിന്നീട് പാലക്കാട് ജംഗ്ഷനായിട്ട് മാറിയത്. അപ്പോൾ മംഗലാപുരം മുതൽ സേലം വരെ പാലക്കാടായിരുന്നു. ഇപ്പോൾ അത് സേലം ഡിവിഷൻ പ്രത്യേകം വന്നതോടുകൂടിയിട്ട് പാലക്കാടിൻ്റെ ഒരു കൈ അറ്റുപോയതിന് തുല്യമായി എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഏറ്റവും പ്രധാനം പാലക്കാടിൻ്റെ മണ്ണിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ. അതിനെ ധാരാളം സ്ഥലമുള്ള ഒരു ജില്ല, പക്ഷേ വേണ്ട രീതിയിൽ അതിൻ്റെ മണ്ണിനെ നാം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ സൂചിപ്പിച്ചത്, കോയമ്പത്തൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടമായതുകൊണ്ട് പാലക്കാട് ജില്ല എല്ലാറ്റിനും കോയമ്പത്തൂരിനെ ആശ്രയിക്കുന്നു. കാരണം കോയമ്പത്തൂർ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. വിമാനത്താവളങ്ങൾ, വ്യവസായശാലകൾ, ആശുപത്രികൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അപ്പോൾ എല്ലാറ്റിനും ആശ്രയിക്കുന്ന ഒന്നായിട്ട് കോയമ്പത്തൂർ മാറുമ്പോൾ ഒരു ആശ്രിത മനോഭാവം ആ വികസനത്തിന് തടസ്സമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളും പലരും ഉന്നയിക്കുകയുണ്ടായി. നമ്മൾക്ക് ഈ കോൺക്ലേവിൻ്റെ ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മോടൊപ്പമുള്ളത് CPIM നേതാവും നെന്മാറ MLA-യുമായ ബഹുമാനപ്പെട്ട ശ്രീ K. ബാബു ആണ്. DCC സെക്രട്ടറി ശ്രീ V. രാമചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ നമ്മോടൊപ്പമുണ്ട്. ലീഡ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ഡയറക്ടർ, സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ തോമസ് ജോർജ് കെയും നമ്മോടൊപ്പമുണ്ട്. ആദ്യം DCC സെക്രട്ടറി ശ്രീ V. രാമചന്ദ്രനിലേക്കാണ് ഞാൻ പോകുന്നത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആദ്യം വ്യവസായത്തെക്കുറിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യവസായത്തിൻ്റേതായ ഒരു മണ്ണല്ല, മറിച്ച് കലവറയാണ്, നെൽകൃഷിയാണ്. അതിലൂടെയാണ് പാലക്കാട് ജില്ലയെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പോലും വ്യവസായം എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും പ്രഥമ പരിഗണനയിലുള്ള ഒന്നായതുകൊണ്ട് പാലക്കാട് ജില്ലയുടെ 2030 ആകുമ്പോൾ പാലക്കാട് ജില്ലയിലെ വ്യവസായ രംഗത്തിൻ്റെ വികസനം എങ്ങനെ ആവണമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പാലക്കാട് 80-82 കാലഘട്ടങ്ങളിൽ വ്യവസായ മേഖലയിൽ 2ാം സ്ഥാനത്തെത്തിയതായിരുന്നു. അന്ന് ഈ കഞ്ചിക്കോട് മേഖലയും ഷൊർണൂർ മേഖലയും വ്യവസായ കേന്ദ്രങ്ങളായിട്ട് അതിൽ ധാരാളം വ്യവസായങ്ങൾ വരികയും അങ്ങനെ 2ാം സ്ഥാനത്തെത്തി. 1ാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല പാലക്കാടിന് ഒരിക്കലും. കാരണം തുറമുഖമില്ല, എയർപോർട്ടില്ല. കൊച്ചിയാണ് അന്ന് 1ാം സ്ഥാനത്തുണ്ടായിരുന്നത്. കൊച്ചിയുടെ ഈ പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ, എയർപോർട്ടും അല്ലെങ്കിൽ തുറമുഖവും, പാലക്കാടിന് ഒരിക്കലും ഒരു തുറമുഖം കിട്ടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് അതൊരിക്കലും 1ാം സ്ഥാനത്തെത്തില്ലായിരുന്നു. പക്ഷേ 2ാം സ്ഥാനത്തെത്തിയത് ഇന്ന് 8ാം സ്ഥാനത്തേക്ക് വീണ്ടും പോയിരിക്കുന്നു. ഈ പോകുന്നതിലുള്ളൊരു പ്രധാന ഘടകമായത് വ്യവസായശാലകൾക്ക് തുടങ്ങുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അതിൽ പ്രായോഗികമായ കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഫുഡ് പാർക്ക് തുടങ്ങി, അതിനകത്ത് 18 സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി. കാരണം എന്താ അറിയുമോ? അവയിൽ തുടങ്ങിയത് മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. ആ പൂട്ടാനുണ്ടായതില്ല കാരണം അവർക്ക് റോ മെറ്റീരിയൽ ഇല്ല. റോ മെറ്റീരിയൽ കിട്ടുന്നതെന്ന് വെച്ചാൽ മഞ്ഞൾ അല്ലെങ്കിൽ മുളക് ഗുണ്ടൂരിൽ നിന്ന് വരണം, മഞ്ഞളും അതുപോലെ മല്ലിയും മറ്റുമൊക്കെ മഹാരാഷ്ട്രയിൽ നിന്ന് വരണം. ഇതുകൊണ്ട് അവർക്ക് റോ മെറ്റീരിയൽ കിട്ടാതായി. പക്ഷെ അവർക്ക് ചെയ്യാമായിരുന്ന ഒന്നുണ്ടായിരുന്നു. പാലക്കാട് നെൽകൃഷിക്കാരുടെ കേന്ദ്രമാണ്. ഇവിടെ അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ്. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് നെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട്, കൃഷിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംരംഭമാണ് അവർ തുടങ്ങിയതെങ്കിൽ പൂട്ടിപ്പോകേണ്ടി വരില്ലായിരുന്നു. നെല്ലിനെ ആശ്രയിച്ചുകൊണ്ട് അവില്, മലര്, പുട്ടുപൊടി. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ കടകളിലും മധ്യ തിരുവിതാംകൂറിലെ പല കമ്പനികളുടെ പുട്ടുപൊടിയാണ് വിൽക്കുന്നത്. പാലക്കാട്ടിൽ ഒരു സ്ഥാപനമില്ല. ഇവിടെ അരിയുണ്ട്, പക്ഷേ അത് പുട്ടാക്കി പൊടിയാക്കി കൊടുക്കാനുള്ള സംവിധാനമില്ല. അവർക്കത് ചെയ്യാമായിരുന്നു. അതിന് പകരം അവർ മഞ്ഞളും മറ്റുമൊക്കെ ഈ നാട്ടിലില്ലാത്ത സാധനം അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് ആ രീതിയിലായിപ്പോയി. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യവസായ മേഖലയിൽ കാണുന്ന ഒരു തൊഴിലാളികൾക്ക് എതിരൊന്നുമല്ല, പക്ഷേ തൊഴിൽ പ്രശ്നങ്ങൾ അവരെ പലപ്പോഴും നിർബന്ധിതരാക്കുന്നു എന്നുള്ളതും കൂടി ഒരു ഘടകമാണതിൽ. അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാ സംഘടനകളും, ഞങ്ങൾ അതിന് കുഴപ്പക്കാരല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരിൽ ബേസിക്കായിട്ടുള്ളത് അവരുടെ വേതന വർധനവിനപ്പുറത്തേക്ക് അവർ ആ സ്ഥാപനം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ അടുത്ത കാലത്ത് തന്നെ ടാറ്റ ഫോണ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥാപനം ഓസോ, ഇതെല്ലാം പൂട്ടിപ്പോയത് അവിടുത്തെ ആളുകൾക്ക് താല്പര്യമില്ലാത്ത പോലെ ആയിപ്പോയി. അതിനിപ്പോൾ തൊഴിൽ സമരം കൊണ്ട് പൂട്ടിയെന്ന് മാത്രമല്ല, അതിൻ്റേതായ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന നമ്മുടെ ഷൊർണൂരിൽ
കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന ഇപ്പോൾ ആ കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥിതി എന്താണിപ്പോൾ? ആ കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനം നമുക്ക് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അതിൻ്റെ MD ആയിട്ട് വെച്ചത് കുറച്ചു കാലം. പോലീസ് ഉദ്യോഗസ്ഥനും കൈക്കോട്ടോ അല്ലെങ്കിൽ മഴുവോ അങ്ങനെയുള്ള അരിവാളോ ഒക്കെ ഉണ്ടാക്കുന്നതുമായിട്ട് എന്ത് ബന്ധമാണ്? അത് സ്വാഭാവികമായും അത്തരത്തിൽ വരുന്ന പ്രയാസങ്ങൾ ഇതിൻ്റെയൊക്കെ MDമാരായിട്ട് വരുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് വരുന്നവർ അത് അതിനുമായി പ്രായോഗിക പരിജ്ഞാനമുള്ളവരായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അതിൽ നമുക്കൊരു പരാജയം സംഭവിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. വ്യവസായ രംഗത്ത് നമുക്ക് വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് മാറണം. ഇവിടെ വ്യവസായങ്ങൾ കൂടുതൽ ഉണ്ടാകേണ്ടത് വൈക്കോൽ ഇവിടെ ഏറ്റവും കൂടുതലുണ്ട്. വൈക്കോൽ ഇന്ന് അന്യ ജില്ലകളിലേക്ക് കയറ്റിപ്പോവുകയാണ്. ഒരു പേപ്പർ യൂണിറ്റുകളുടെ വല്ലതും തുടങ്ങുകയാണെങ്കിൽ വൈക്കോൽ കൊണ്ടാണല്ലോ പൾപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് പേപ്പർ ഉണ്ടാക്കുന്നു. അതിലേക്ക് മാറാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത് നമുക്കില്ല. നമുക്കുള്ളത് പേപ്പർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന സമ്പ്രദായം മാത്രമേ നമുക്കറിയാവൂ. അത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ന്യൂസ് പ്രിൻ്റ് വെള്ളൂരുണ്ട്, പക്ഷേ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വൈക്കോൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും നല്ല പേപ്പർ വൈക്കോലിൽ നിന്നാണ് ഉണ്ടാക്കാൻ സാധിക്കുക. അത് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അതുപോലെയാണ് നമ്മുടെ എത്രയോ നെല്ലൂത്ത് മില്ലുകൾ, അതൊക്കെ പഴയതൊക്കെ പൂട്ടിപ്പോയി. പക്ഷേ ഇപ്പോൾ ആവശ്യമുള്ളത് അവില്, മലര്, അതുപോലെ പുട്ടുപൊടികൾ, ഇതൊക്കെ ചെയ്യാമായിരുന്നു. അവിടേക്ക് നമ്മൾ തിരിയുന്നില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അതിൻ്റെ തലപ്പത്ത് വരുന്നവർ, സർക്കാർ തലത്തിലാണെങ്കിൽ പ്രായോഗിക പരിജ്ഞാനമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ വരുന്നു. പ്രൈവറ്റ് ആണെങ്കിൽ, പ്രൈവറ്റ് വന്നാലും മതിയല്ലോ, പ്രൈവറ്റ് ആണെങ്കിലും വിരോധമില്ല. പക്ഷേ പ്രൈവറ്റ് വരുന്നവർക്ക് ആവശ്യമായ ഗൈഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുഡ് പാർക്കിൽ പൂട്ടിപ്പോയപ്പോൾ അവർക്ക് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്കിവിടെ മഞ്ഞൾ സംരംഭം ശരിയാവില്ല എന്നൊന്ന് പറയാമായിരുന്നു. അതിന് പകരം തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ ബാങ്ക് ലോൺ കൊടുത്തിരിക്കാം. തുടങ്ങി, മഞ്ഞൾ കിട്ടാനില്ല അല്ലെങ്കിൽ മുളക് കിട്ടാനില്ല, പൂട്ടിപ്പോയി. ആ അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കാലത്തിനനുസരിച്ച്, നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ചകിരി ഇവിടെ പറ്റുന്നതാണ്. ചകിരി ഇവിടെ തെങ്ങ് ധാരാളമുണ്ട്. ഇപ്പോൾ ഈ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ അതുണ്ട്. ഇപ്പം നമ്മൾ പൊള്ളാച്ചിയെ ആശ്രയിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയൊരു ഉത്സവത്തിന് കൽപ്പാത്തി രഥോത്സവം ഏറ്റവും വലുതാണ്. അതിലെ തേരിനൊരു കയറ് വേണം. ഉണ്ടാക്കാൻ സൗകര്യമുള്ള ഏറ്റവും കൂടുതൽ തെങ്ങൊക്കെ ഉള്ള സ്ഥലമായിട്ട് പോലും അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു ആ കയറ്. അവിടെയാണ് കയറുണ്ടാക്കുന്നത്. ഇവിടെ ആ കയറില്ല. ആലപ്പുഴയിലുണ്ട് കയറ്, പക്ഷേ ആലപ്പുഴയിൽ ഈ രഥത്തിന് പറ്റുന്ന തരത്തിൽ വണ്ണമുള്ള കയറ് അവിടെ ഇല്ല. അവിടെ സാധാരണ കച്ചവടത്തിനുള്ള ചെറിയ ചകിരി നൂലുകൊണ്ടുണ്ടാക്കുന്ന ചെറിയ കയറുകളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അതിപ്പോൾ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും കോസ്റ്റ് വളരെ കൂടിപ്പോയി. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ശ്രദ്ധ ഊന്നിയാൽ തീർച്ചയായും നമ്മുടെ നാട്ടിലും വ്യവസായം വരും. നമുക്ക് ഒന്നാം സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയില്ലെങ്കിലും രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതിനുള്ള അർപ്പണബോധത്തോടു കൂടിയുള്ള സംരംഭകരെ കണ്ടെത്തിയാൽ മതി. വളരെ